അങ്ങനെ നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ മലയാളത്തിൻ്റെ രണ്ട് ലെജൻഡുകൾ ഒന്നിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടുള്ള പാട്രിയോട്ട്. ഇതിൻ്റെ ഒരു ട്രെയിലറിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു. സാധനം എന്തായാലും ഇത് എത്തിയിട്ടുണ്ട്. ട്രെയിലർ കാണുന്നതിന് മുമ്പ് നമ്മുടെ മഹേഷ് നാരായണൻ ടേക്ക് ഓഫ് മാലിക് എന്ന സിനിമയ്ക്ക് ശേഷമാണ് അദ്ദേഹം മലയാളത്തിൽ മൾട്ടി സ്റ്റാർ ചിത്രം ഒരുക്കുന്നത്. 2020 എന്ന സിനിമയ്ക്ക് ശേഷം മലയാളത്തിൽ തന്നെ വലിയൊരു സിനിമയാണ്, ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന ഒരു സിനിമയാണ്. ആൻഡോ ജോസഫ് കമ്പനിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സുശീൽ ശ്യാമാണ് സംഗീതം ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ലാലേട്ടൻ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, അങ്ങനെ വലിയ താരനിര എത്തുന്ന സിനിമയാണ്. നമ്മൾ ടീസർ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. അതിനകത്ത് മമ്മൂക്കായും ലാലേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ വലുതായിട്ടില്ല. ഇവർ തമ്മിൽ ഒന്നിച്ച് വരുന്നൊരു സംഭവം മാത്രമേ കാണൂ. പക്ഷെ ഇതിനകത്ത് എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് രണ്ടുപേരുടെയും ആരാധകർ. കോമ്പിനേഷൻ സീൻ ഇതിനകത്തുണ്ടോ? 3 മിനിറ്റും 29 സെക്കൻഡും ഉള്ളൊരു ട്രെയിലറാണ്. നമുക്ക് നയൻതാര ആൻഡോ ജോസഫ് കമ്പനി, രേവതി, നയൻതാര. മോനെ ഫഹദ് ഇതിനകത്ത് വില്ലനായിട്ട് എത്തുന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. എന്തായാലും നോക്കാം. നിങ്ങളുടെ ഫോണിൽ ഒരൊറ്റ ക്ലിക്ക്. കുഞ്ചാക്കോ ബോബൻ ഈ പ്രോഗ്രാം അവരെ സീക്രട്ട്ലി വാച്ച് ചെയ്യുന്നുണ്ടോ? പെരിസ്കോപ്പ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പ്രോഗ്രാം. പ്രൈവറ്റ് സെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ടൂൾ. She has some sensitive information from your computer. ായിട്ടുള്ള എന്തോ ഒരു സാധനം ആണ്, അതിനെ കുറിച്ചിട്ടാണ് സംഭവം. നോക്കാം. ഐക്യപാടില്ലാത്ത ഏതാണ്ട് അവള് ലാപ്ടോപ്പിൽ നിന്ന് അയച്ചെന്നാ പോലീസ് പറയുന്നു. Issue a lookout notice for Dr. Daniel James. ഡാനിയൽ ജെയിംസ് എന്നാണ് നമ്മുടെ മമ്മൂക്കാട ഇതിനകത്ത് ക്യാരക്ടറിന്റെ പേര്. അപ്പം പുള്ളി ഒരു എക്സ് മിലിറ്ററി ആയിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ലാലേട്ടനും മമ്മൂക്കായും തമ്മിലുള്ള കോമ്പിനേഷൻ ഉണ്ടാകുന്ന അറിയേണ്ടത്. ഓ പൊളി. I think my phone has been compromised. He's turned out to be a traitor. So the passenger has കിട്ടു സാധനം കേട്ടാ. and he's going to the next terminal. How's that possible? ഡാനിയൽ ഒരിക്കലും ഇന്ത്യയിലേക്ക് പോവില്ല. His life is under threat there. Wherever he is, find me Daniel right now. അസർബൈജാനൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള സംഭവങ്ങളായിരിക്കും ഒരു പക്ഷേ ചിലപ്പം കാണി. എന്തായാലും മേക്കിംഗ് ഗംഭീരമാണ് കേട്ടോ. നമ്മൾ ടേക്ക് ഓഫ് സിനിമ ഒക്കെ കണ്ടതാണല്ലോ. അപ്പം ആ ഒരു പാറ്റേണിലുള്ള ചില സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ ഗ്രേഡിങ് കോമ്പിനേഷൻ നൈസാണ്. സുശിഷാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് പൊളി. നോക്കാം. ഓ കിഡു ക്യാമറ. എനിക്കറിയാവുന്ന ഡാനിയലിന് ഒന്നും സംഭവിക്കില്ല. പൊളി. യാ മോനെ എത്തി. ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയിട്ട് ഇന്നേവരെ ഡാനി എന്നോടൊരു സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. ഇവർ രണ്ടുപേരും മിലിറ്ററി ഓഫീസർമാരാണ്. പക്ഷെ പുള്ളിക്കാരൻ സർവീസിലുണ്ട്, ഡാനിയൽ മമ്മൂക്ക സർവീസിലില്ല. അതാണ് ഇപ്പൊ പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടപെടുമെന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ ചോദിക്കാതെ സഹായിക്കുന്നതല്ലേ സാർ. ഓ ഇത് തിയേറ്റർ പൊളിക്കും കേട്ടാ. കിടു യാ അന്ന് മോനെ ഇത് മമ്മൂക്കാടെയും ലാലേട്ടന്റെയും ആരാധകർക്ക് ആവേശം കൊള്ളിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് കാണാം. പക്ഷെ നമ്മളിപ്പോ ഇത്രയും കണ്ടിടത്തോളം ട്രെയിലറിൽ വലിയൊരു വാഫാറ്റ് അല്ല, പക്ഷെ നമുക്ക് ഈ സംഭവങ്ങളൊന്നും പിടികിട്ടാത്ത രീതിയിലാണ് സാധനം ചെയ്തു വെച്ചിരിക്കുന്നത്. ഓ പൊളി.
ഓ സുശീൽ ശ്യാം. ഓ ലാലേട്ടന് ഒരു കാല് ഇല്ലാന്ന് തോന്നല്ലേ, മറ്റേ വടി കുത്തി നടക്കുന്ന വടിയില്ലേ, ആ സാധനം വെച്ചിട്ടാണ് അവനെ പോക്കി പുറത്തടിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഓ Patriot. മഹേഷ് നാരായണൻ, ആൻഡോ ജോസഫ്. എങ്ങനെയുണ്ട് ട്രailer? എന്താ പറയാ, നമുക്കൊരു ഹിന്റ് തരാത്ത രീതിയിലാണ് സംഭവം ചെയ്തിരിക്കുന്നത് അല്ലേ. പക്ഷെ സാധനം കിഡു മേക്കിംഗ് ആണ്. ടേക്ക് ഓഫ്, അതുപോലെ തന്നെ മാലിക് സിനിമകൾക്ക് ശേഷമാണ് നമ്മുടെ മഹേഷ് നാരായണൻ മലയാളത്തിൽ തന്നെ ഇത്രയും വലിയ താരങ്ങളെ ഉൾപ്പെടുത്തി ഒരു മൾട്ടി സ്റ്റാർ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ട്രailer കട്ടിങ്ങും ട്രailer മേക്കിംഗ് ഒക്കെ നൈസാണ്. അതുപോലെ തന്നെ BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിൻ്റെ കളർ ഗ്രേഡിങ് നമുക്ക് ആ 2 ലുക്കിലാണ് എത്തുന്നത്. ലാലേട്ടൻ ഇതിനകത്തൊരു കാലില്ലാത്ത സംഭവം കാണിക്കുന്നുണ്ട്. എന്താണെങ്കിലും 2 പേരുടെയും ആരാധകർക്ക് തിയേറ്ററിൽ പൊളിക്കാനായിട്ടുള്ള സാധനം ഇതിനകത്തുണ്ട്. ട്രailer ഇങ്ങനെ വേണം ചെയ്യേണ്ടത്. ട്രailer നമ്മൾ വലിയ സംഭവമായിട്ട് കണ്ട് നമ്മൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പടം കണ്ടാൽ നമുക്ക് സുഖിതല്ല. അതുകൊണ്ട് ട്രailerനകത്ത് ഒന്നും തന്നെ പിടി കിട്ടാത്ത രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നൈസായിട്ട് ചെയ്തിട്ടുണ്ട് സാധനം. നമുക്ക് ബാക്കിയെല്ലാം മെയ് 1-ാം തീയതി തിയേറ്ററിൽ കാണാല്ലേ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ, മസ്റ്റ് വാച്ച് ആയിരിക്കും. ഏതായാലും മലയാളത്തിൻ്റെ തന്നെ എക്കാലത്തെയും കളക്ഷൻ റെക്കോർഡ് ഭേദിക്കുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും. തിയേറ്റർ പൂരപ്പറമ്പാക്കാനുള്ള ഒരു സിനിമയാണ്. 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ മലയാളത്തിൻ്റെ 2 ലെജൻഡുകൾ ഒന്നിക്കുന്നത്. അപ്പോൾ അത് കാണാനായിട്ടുള്ളൊരു കട്ട കാത്തിരിപ്പിലാണ്. ട്രailer എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ട്രailer പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നൈസ്. അപ്പം ഇനി സിനിമ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ.